56 വർഷങ്ങൾക്ക് മുൻപ് ലേ ലഡാക്കിൽ വിമാന അപകടത്തിൽ കാണാതായ സൈനികന്റെ മൃതശരീരം കണ്ടെത്തി. പത്തനംതിട്ട ഇലന്തൂർ ഒഡാലിൽ തോമസ് ചെറിയാന്റെ മൃതശരീരമാണ് കണ്ടെത്തിയത്. തോമസ് ചെറിയാന്റെ മൃതദേഹം ഒരാഴ്ചയ്ക്കുള്ളിൽ നാട്ടിലെത്തിക്കും. കൂടുതൽ വിവരങ്ങളുമായി CK അഭിലാൽ ഒപ്പം ചേരുന്നുണ്ട്. അഭിലാൽ, ഗുഡ് മോർണിംഗ്. ഈ 56 വർഷത്തിന് ശേഷം ഒരാളുടെ മൃതദേഹം ലഭിക്കുക എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിന്റെ ഒരു മാനസികാവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കുടുംബം അഭിലാലിനൊപ്പം ഉണ്ട് എന്ന് തന്നെ കരുതുന്നു. എന്താണ് അവർ പറയുന്നത്? ഗുഡ് മോർണിംഗ്. തികച്ചും ഒരു ഘട്ടത്തിൽ ആശ്ചര്യവും അതുപോലൊപ്പം തന്നെ വലിയ ആശ്വാസവും നൽകുന്ന വാർത്തയാണ് ഒഡാലിൽ കുടുംബത്തെ തേടിയെത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ചും 56 വർഷം മുൻപുണ്ടായ ഒരു വിമാന അപകടത്തിൽ കാണാതാകുന്നു സൈനികർ. അതിൽ 56 വർഷത്തിന് ശേഷം ആശ്വാസകരമായ വാർത്ത കുടുംബത്തെ തേടിയെത്തുന്നു. മൃതശരീരം ലഭ്യമായി എന്നുള്ള വിവരം. ആറന്മുള പോലീസ് മുഖേനയാണ് സൈന്യത്തിന്റെ സന്ദേശം ഈ കുടുംബത്തെ തേടിയെത്തിയത്. മരണമടഞ്ഞു എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു തോമസ് ചെറിയാൻ. അദ്ദേഹത്തിന് ആ ഘട്ടത്തിൽ അപകടമുണ്ടാകുന്ന സമയത്ത് 22 വയസ്സ് മാത്രമായിരുന്നു പ്രായം. ഒഡാലിൽ കുടുംബത്തിലെ 5 മക്കളിൽ രണ്ടാമത്തെ ആളായിരുന്നു. എന്നോടൊപ്പമുള്ളത് മേരി തോമസ്, അദ്ദേഹത്തിൻ്റെ ഇളയ സഹോദരിയാണ്. ഈ അപകടമുണ്ടാകുമ്പോൾ ആൻറ്റിക്ക് പ്രായം കേവലം 12 വയസ്സ് മാത്രമായിരുന്നു. വലിയ ആശ്വാസം ലഭ്യമാകുന്ന ഒരു വാർത്തയാണ് നമ്മളെ തേടിയെത്തിയത്. എന്നാലും സങ്കടമുണ്ട്. പത്രം വായിച്ചപ്പോൾ ഞങ്ങളുടെ 5 മക്കളെ അപ്പൻ്റെ അമ്മയുടെ കാര്യം കേട്ടപ്പോൾ ഇന്നലെ പിന്നെ ഇത് ബോഡി കിട്ടിയല്ലോ എന്നുള്ള ഒരു സന്തോഷം നമുക്കുണ്ടായിരുന്നു. കാരണം ഞങ്ങളുടെ കല്ലറയിൽ തന്നെ കൊണ്ട് നടക്കാമല്ലോ എന്നുള്ള. അങ്ങനെ അന്ന് ഭയങ്കര സങ്കടത്തിലായിരുന്നു ഞങ്ങളെല്ലാവരും. ഞങ്ങളുടെ അമ്മയും അച്ഛനും ഒത്തിരി വിഷമത്തോടെ കടന്നുപോയത്. ഒരുപാട് വിഷമത്തോടെ കടന്നുപോയത്. അമ്മയെ അച്ഛനും നല്ല ഇച്ചിരി ധൈര്യമൊക്കെ ഉണ്ടായിരുന്നു. ഈ പത്രം ആദ്യം കണ്ടപ്പം തന്നെ അച്ഛൻ ഈ പത്രം പിറ്റേ ദിവസം കണ്ടപ്പോഴേ പറഞ്ഞു, നിന്റെ മോൻ്റെ പേര് ഇതിനകത്ത് കാണാതെ അതൊന്നു പറഞ്ഞു. അപ്പോഴും അമ്മയ്ക്ക് അറിയത്തില്ല ഈ പ്ലെയിൻ ഇഷ്ടമായെന്നേ ഉള്ളായിരുന്നു. പിറ്റേ ദിവസം തന്നെ ഇങ്ങനെ ഇത് ടെലിഗ്രാം വരുമായിരുന്നു. അങ്ങനെ ഞാനന്ന് സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുക. അവിടെ വന്ന് എന്നെയും വിളിച്ചുകൊണ്ട് ഇവിടെ വന്നു എല്ലാവരും. ഈ തിരച്ചിൽ തുടരുന്നുണ്ട് എന്നുള്ളത് സൂചിപ്പിച്ച് ഇടയ്ക്കിടെ സൈന്യത്തിൽ നിന്ന് കത്ത് വരാറുണ്ടായിരുന്നു. അത് ഇവിടെ എൻ്റെ വീട് ഇവിടെ അടുത്താണ് എന്നെ കല്യാണം കഴിച്ചത്. അപ്പം മിക്കവാറും എപ്പോഴും ഇവിടെ വരും. അപ്പോൾ ഈ വിവരം ഓരോന്ന് പറയും. അപ്പോൾ ഈ ഒരു 3 വർഷത്തിന് മുമ്പ് പറഞ്ഞിങ്ങനെ പ്ലെയിനിൻ്റെ അവശിഷ്ടം ആളെ കിട്ടിയെന്ന് പറഞ്ഞപ്പോഴും നമ്മുടേത് കിട്ടുമോ എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു. പിന്നെ നമ്മളെങ്ങനെ കാണാൻ ഇത്രയും വർഷമായി പോയില്ലയോ. പിന്നെ അതിനു മുമ്പേ എല്ലാം ജീവനോട് വരുമെന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു. പിന്നെ ഇങ്ങനെ പ്ലെയിൻ്റെ അവശിഷ്ടം കണ്ടെന്ന് കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഒരു ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള ഒരു പ്രത്യാശയില്ലായിരുന്നു. പിന്നെ ഇങ്ങനൊരു ബോഡി കിട്ടുമെന്ന് ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ല. ഒരു ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ അപ്പൻ്റെ അമ്മയുടെയും കൂടെ കൊണ്ടുവന്ന് കല്ലറയിൽ അടക്കാമല്ലോ എന്നുള്ള ഒരു സന്തോഷമുണ്ട്. 12 വയസ്സായിരുന്നു അന്ന് ആൻറ്റിക്ക് പ്രായം. സഹോദരനെ കുറിച്ചുള്ള അന്നത്തെ ചെറുപ്പകാലത്തെ ഓർമ്മകൾ എനിക്ക് മൂത്ത 3 പേരാ. 3 പേരും ഞാൻ 7 പഠിക്കുമ്പോൾ 3 പേർക്കും ജോലിയായി. 3 പേരും ജോലിയായി. ഞാൻ 4ാമത്തേതാണ്. ഞങ്ങളെല്ലാം ഒരു 5-6 വയസ്സിന് വീതം എളുപ്പമുള്ളവരാ ഞങ്ങൾ തമ്മിൽ. എന്നെക്കാട്ടിൽ 6 വയസ്സിന് ഇളയ ആങ്ങള. അങ്ങനെ അപ്പം എന്നെ അങ്ങ് ഒത്തിരി സ്നേഹത്തിൽ അപ്പനും എല്ലാവരും. എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠനും മക്കളില്ലായിരുന്നു. അവിടെ ആയിരുന്നു പുള്ളിയെ നിർത്തിക്കൊണ്ടിരുന്നത്. ലാസ്റ്റ് സമയത്ത് പോകുന്ന ആ പ്രാവശ്യം വന്നപ്പം അപ്പോൾ ഈ ഇളയ ആങ്ങളയുടെ ജോലിക്ക് പോയപ്പോൾ അമ്മയ്ക്ക് വിഷമമായതിന് അമ്മയുടെ കൂടെ വന്ന 10-20 ദിവസം കടന്നത്. അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. 4 ആങ്ങളമാർക്കുള്ള ഏക പെൺതിരിയായിരുന്നു, സഹോദരൻ. 2 അപ്പന്മാരും 2 അമ്മമാരും. അച്ഛൻ്റെ ജ്യേഷ്ഠനാണ് ഞങ്ങളെ എല്ലാവരെയും വളർത്തിയത്. അപ്പച്ചനായിരുന്നു ഞങ്ങളെ വളർത്തിയത്. അങ്ങനെ അവിടെ ആയിരുന്നു ഈ മോനെ ഈ ആങ്ങളെയും അവിടെ ആയിരുന്നു. അങ്ങനെ പിന്നെ ലാസ്റ്റിൽ ഞങ്ങളുടെ അടുത്ത് വന്ന് താമസിച്ച് അമ്മയെ ആഹാരമെല്ലാം സ്കൂളിലെല്ലാം കൊടുത്തയക്കുന്നതും എടുക്കുന്നതുമെല്ലാം ഞങ്ങൾക്കെല്ലാം അമ്മയായിരുന്നു തന്നുകൊണ്ടിരുന്നത്. അപ്പം എനിക്ക് മൂത്തതാ 3 പേരും ജോലിയായി വരുമ്പോൾ എല്ലാവരും എല്ലാം കൊണ്ടുത്തരും. എന്നെ അങ്ങ് പൊക്കി ഇവരങ്ങ് കൊണ്ട് നടക്കുമായിരുന്നു. അങ്ങനെ സ്നേഹത്തിൽ അപ്പനും അതുപോലത്തെ ഒരു സ്നേഹമുള്ള ഒരു ഭവനമായിരുന്നു ഞങ്ങളുടെ ഭവനം. അങ്ങനത്തെ ഒരു ഭയങ്കര സന്തോഷം. എൻ്റെ അപ്പം മരിച്ചാലും ഇന്ന് മേന്മ നിലനിൽക്കുമെന്ന് പറയുന്നത് എൻ്റെ അപ്പൻ്റെ ആ ജീവിതം അതുപോലത്തെ ഒരു ജീവിതമായിരുന്നു. ആ സ്നേഹം ഇന്നും ആങ്ങളമാർ മോളെന്നേ വിളിക്കത്തുള്ളൂ. എന്തുകൊണ്ടേലും ഓടി വരുകയും അങ്ങനത്തെ ഒരു സ്നേഹമായി ഇന്നും കൊണ്ടുപോകുന്നത്.
20ാമത്തെ വയസ്സിൽ സൈന്യത്തിൽ പ്രവേശിച്ച് 2 വർഷത്തെ ട്രെയിനിങ് പൂർത്തിയാക്കി ലഡാക്കിലേക്ക് ആദ്യ പോസ്റ്റിങ്ങിനുള്ള യാത്രയിലായിരുന്നു. ആദ്യത്തെ യാത്രയാണ്. അങ്ങനെ ചണ്ഡീഗറിൽ നിന്ന് പോയി. അവിടെ അന്നേരവും നമുക്ക് എഴുത്ത് വന്നു, ചണ്ഡീഗറിൽ വന്നിട്ടുണ്ട്, ഇനി പ്ലെയിനെ പോകാമെന്നൊന്നും നമുക്ക് എഴുത്ത് വന്നായിരുന്നു. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. 7ാം ക്ലാസ് ആയില്ലയോ, അപ്പോൾ ഓർമ്മയുണ്ട്. അങ്ങനെ പിന്നെ അച്ചായനും നമ്മളോടെല്ലാം, അച്ചാനും അമ്മയും എല്ലാം, അച്ചാൻ ഞങ്ങളെല്ലാം ഒരു പ്രത്യേക രീതിയിലാണ് വളർത്തിക്കൊണ്ടിരുന്നത്. ദൈവമായുള്ള ഒരു ബന്ധത്തിലും ആലയത്തിൻ്റെ ഒരു ബന്ധത്തിലും ഒക്കെയാണ് ഞങ്ങളെ വളർത്തിയത്. ഇന്നും ഞങ്ങളെല്ലാം അതുപോലെ തന്നെ. അങ്ങനെ അപ്പോൾ ഇന്നലെ വൈകുന്നേരം പോലീസ് വന്ന് പറയുമ്പോൾ ഉണ്ടായ ആന്റി ഈ വിവരം അറിയുമ്പോൾ ഉള്ള ഒരു ഫീൽ എന്തായിരുന്നു? ഫീലെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അതിശയം പോലെ, എനിക്ക് ഒന്നും പറയാൻ വയ്യാത്ത ഒരു അവസ്ഥയായിപ്പോയി. പിന്നെ അന്നേരം എൻ്റെ ഭർത്താവ് പറഞ്ഞു, നീ എന്തിനാണ് ഈ വിഷമിക്കുന്നത്, നിനക്ക് സന്തോഷമല്ലയോ, ഇങ്ങനെ ഒരു ഇത് കിട്ടിയല്ലോ എന്നുള്ള സന്തോഷം. ഞാൻ പറഞ്ഞത് സന്തോഷമുണ്ട്. പിന്നെ ഇന്നലെ ഇവിടെ വന്നു കഴിഞ്ഞ് പോയിട്ടും, പക്ഷേ ഇപ്പം രാവിലെ ഈ പത്രം എടുത്ത് വായിച്ചപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു പോയി. ഞങ്ങളുടെ കൂടപ്പിറപ്പുകളെ, ഞങ്ങളുടെ അപ്പനെയും അമ്മയും ഓർത്തപ്പോൾ അങ്ങനെ ഒരു സന്തോഷമുണ്ട്. പിന്നെ ഇപ്പോൾ ഈ ബോഡി കിട്ടിയതിൽ ഇപ്പോൾ ഒരു ഉദ്ദേശിക്കാത്ത ഒരു കാര്യമാണ്, അത് കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇനി അതെല്ലാത്തിൻ്റെയും കാര്യങ്ങൾ അടക്കം ചെയ്യണം. ഇപ്പം ഒരാഴ്ചക്കുള്ളിൽ ബോഡി നാട്ടിൽ എത്തിക്കും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. അങ്ങനെയാണ് ഇവർ പറഞ്ഞത്, ഇന്നലെ വന്ന പോലീസുകാർ പറഞ്ഞത്. അത് ഇനിയും നോക്കിയിരിക്കുക ഞങ്ങൾ. തോമസ് ചെറിയാൻ, അദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരൻ്റെ മകൻ ഷൈജു കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇടയ്ക്കൊക്കെ പ്രതീക്ഷ നൽകിക്കൊണ്ട് സൈന്യത്തിൽ നിന്നുള്ള ഒരു ഒഫീഷ്യൽ അറിയിപ്പ് വരുന്നുണ്ടായിരുന്നല്ലേ? ഇതിന് മുൻപ് നമുക്കുള്ള അറിയിപ്പ് എന്തായിരുന്നു? 2018 വരെ ഇവർ അന്വേഷിക്കുന്നുണ്ട്, എൻക്വയറി നടത്തുന്നുണ്ട് എന്നുള്ളതായിരുന്നു ഇതിനുള്ള. ഓരോ വർഷവും 2003, 2004, അതിനുശേഷം 2018 ഇതുപോലെ അന്വേഷിച്ച് ഇതുപോലൊരു കത്ത് ഞാൻ നേരത്തെ കാണിച്ചു. അതുപോലൊരു ലെറ്റർ ഇതുപോലെ അവർ മിലിറ്ററിയിൽ നിന്ന് അയച്ചു തരുന്നുണ്ടായിരുന്നു, ആർമി ആസ്ഥാനത്ത് നിന്ന്. നമുക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, ഇത് കണ്ടെത്തും, എന്നായാലും കണ്ടെത്തും. പ്രത്യേകിച്ച് നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ട്, മഞ്ഞിനകത്താകുമ്പം ബോഡിക്ക് യാതൊരു ഇത് പോവില്ല എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കിപ്പോഴും അങ്ങനെയാണ് നിൽക്കുന്നത്. ഈ 56 വർഷം അതിനുശേഷം ഈ ബോഡി കിട്ടിയപ്പോൾ എങ്ങനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും? ID കാർഡ് അങ്ങനെ എന്തെങ്കിലും ആണോ അതിന് സഹായകമായിട്ടുണ്ടാവുക? പുള്ളിയുടെ പേരിൽ ബോഡിയിൽ പുള്ളിയുടെ പേരുണ്ടല്ലോ, അങ്ങനെയാണ്. ആ പേരും നമ്പരും വെച്ചാണ്, തോമസ് ചെറിയാൻ എന്നുള്ള നമ്പരും വെച്ചാണ് അവരിവിടെ അന്വേഷണത്തിന് വന്നത്. അങ്ങനെ വന്നതിലാണ് അവർക്ക് നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞത്. ഒടാലിൽ നിന്നുള്ള വീട്ടുപേരും തിരക്കി, ഫാദറിൻ്റെ പേരും തിരക്കിയാണ് ഇവിടെ വന്നത്. നമ്മൾ സംസ്കാരത്തിനുള്ള ക്രമീകരണങ്ങളിലേക്കൊക്കെ ആലോചന എത്തിയിട്ടുണ്ടോ? ഞങ്ങൾ ഇന്നലെ നമ്മൾ മിലിറ്ററിക്കാരോട് സംസാരിച്ച പ്രകാരം അവർ നമ്മളോട് പറഞ്ഞത് 2 ദിവസത്തിനകം അവർ നമ്മളെ ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ബോഡി കൊണ്ടുവന്ന് നമ്മളിവിടെ നമ്മുടെ കല്ലറയിൽ തന്നെ അടക്കണം, ഉടമ്പ കല്ലറയിൽ അടക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ഏത് പള്ളിയുടെ? കാരൂർ സെൻറ്റ് പീറ്റേഴ്സ് പള്ളിയിൽ, ഓർത്തഡോക്സ് പള്ളിയിൽ. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ മൃതശരീരം ഏത് സമയത്ത് നാട്ടിലെത്തിക്കാൻ കഴിയും എന്നുള്ളതിൽ കൃത്യമായ വിവരങ്ങൾ ഔദ്യോഗികമായി തന്നെ ലഭ്യമാകും എന്നുള്ളതാണ് കുടുംബാംഗങ്ങളുടെ പ്രതീക്ഷ. പോലീസ് മുഖേനയാണ് സൈന്യം ഇന്നലെ വൈകുന്നേരത്തോടുകൂടി കുടുംബാംഗങ്ങളെ ബന്ധപ്പെട്ട് ആശ്വാസകരമായ സന്ദേശം കൈമാറുന്നത്. മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, 56 വർഷം മുൻപ് ഒരു ആർമിയുടെ എയർക്രാഫ്റ്റ് അപകടത്തിൽപ്പെട്ട് കാണാതായവരെ ഇപ്പോഴും അവർ തിരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വിശേഷമായി സൂചിപ്പിക്കാനുള്ളത്. സ്ഥിരോത്സാഹത്തോടു കൂടി ആർമി അവരെ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരും എന്നുള്ളതാണ്. ഇനിയും കണ്ടെത്താനുണ്ട് ഏതാനും ആളുകളെ കൂടി. ഇന്നലെ ലഭ്യമായ മൃതശരീരങ്ങളുടെ എണ്ണം 4 അതിൽ 3 പേരുടെ മൃതശരീരവും ഒരാളുടെ മൃതശരീര ഭാഗങ്ങളുമാണ് ലഭ്യമായിട്ടുള്ളത്. അതിൽ ഈ 4 പേരുടെ മൃതശരീരങ്ങൾ കിട്ടിയപ്പോൾ ഒരാളെ മാത്രമാണ് തിരിച്ചറിയാൻ ബാക്കിയുള്ളത്. അത് തിരിച്ചറിയുന്നതിനും ബാക്കിയുള്ളവരെ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളും തുടരും എന്നുള്ളതാണ് ആർമി ഔദ്യോഗികമായ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്. ആർമിയുടെ സ്കൗട്ട് വിഭാഗവും ഒപ്പം തന്നെ തിരങ്ക മൗണ്ടൻ റെസ്ക്യൂ സംഘവും കൂടി ചേർന്നുള്ള കഴിഞ്ഞ ഏറെ ദിവസങ്ങളായി തുടരുന്ന ശ്രമത്തിൻ്റെ ഫലമായി തന്നെയാണ് ഈ ആശ്വാസകരമായ വാർത്ത ഇവർക്കൊപ്പം തന്നെ മറ്റ് ലഭ്യമായ മൃതശരീരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ തന്നെ വന്നു ചേർന്നിരിക്കുന്നത്. എന്തായാലും 56 വർഷവും നഷ്ടപ്പെട്ടു പോയ സംഘാംഗങ്ങളെ തേടിയുള്ള സൈന്യത്തിൻ്റെ അക്ഷീണമായ പ്രവർത്തനം കൂടിയാണ് ഫലപ്രാപ്തിയിലെത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അഭിലാൽ, അതിൻ്റെ ഒരു പ്രത്യേകത, ഒരു ആശ്വാസം എന്ന് പറയുന്നത്, ഏതു പ്രായത്തിലാണോ അദ്ദേഹത്തിന് അന്ത്യം സംഭവിച്ചത് ആ പ്രായത്തിൽ അന്ന് കണ്ട ഓർമ്മ ഒരുപക്ഷെ ഈ സഹോദരിക്കടക്കം വളരെ നേരിയ ഓർമ്മയായിരിക്കും ഉള്ളത്. അതുപോലെ തന്നെ കാണാൻ വീണ്ടും ഈ 56 വർഷത്തിന് ശേഷവും അവസരം ഒരുങ്ങുന്നു എന്നതാണ്. അതിൻ്റെ ഒരു ആശ്വാസവും സന്തോഷവും കൂടി ഈ ദുഃഖത്തോടൊപ്പം തന്നെ അവർക്കും ഉണ്ടാവും.
തീർച്ചയായും നമ്മോട് മുൻപ് സംസാരിച്ച മേരി ആൻറ്റിക്ക് അന്ന് 12 വയസ്സ് മാത്രമാണ്. എന്നോടൊപ്പമുള്ള ഷൈചേട്ടൻ അന്ന് ജനിച്ചിട്ട് കൂടിയില്ല. ചേട്ടൻ്റെ ഇപ്പം പ്രായം എത്രയാണ്? ഇപ്പം 51 വയസ്സായിട്ടുണ്ട്. ഞാനന്ന് എനിക്ക് ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. പറച്ചിൽ ഒരു 5 വയസ്സ് കഴിഞ്ഞപ്പോൾ അന്നൊക്കെ നമുക്ക് പറഞ്ഞു എൻ്റെ ജ്യേഷ്ഠനും മരിച്ചു പോയത്. അപ്പം അങ്ങനെ ഞങ്ങളുടെ ഒരു ഫാമിലിയിൽ ഇങ്ങനെയൊക്കെയുള്ളൊരു മരണമൊക്കെ വരുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കുന്നൊരു മുഖമാണ് ഈ പൊന്നച്ചായൻ എന്നാണ് വീട്ടിൽ അറിയപ്പെടുന്നത്. നമ്മുടെ ആൽബശേഖരങ്ങളിൽ എവിടെയെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രമുണ്ടോ? ഈ 56 വർഷങ്ങൾക്ക് മുമ്പൊക്കെ അന്ന് ഈ ഫോട്ടോയോ കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ല. അന്ന് കുടുംബ വീട്ടിൽ പുള്ളിയുടെ കുടുംബത്ത് ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. പക്ഷേ അത് വീട് പൊളിച്ച് പുതിയ വീട് പണിതപ്പം അവരതെല്ലാം ഡിസ്മാൻഡ് ചെയ്ത് പോയ കൂട്ടത്തിൽ അത് നഷ്ടപ്പെട്ടു പോയി. നമ്മളിത് ചെറുപ്രായത്തിൽ എന്തായാലും അച്ഛനും അമ്മയും കുടുംബാംഗങ്ങളും ഒക്കെ പറഞ്ഞ് ഈ അപകടത്തെക്കുറിച്ചൊക്കെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? അതെ തീർച്ചയായിട്ടും. നമുക്കൊരു ഈ പ്ലെയിൻ പലർക്കും നമ്മൾ പ്ലെയിൻ അപകടമൊന്നും കേട്ടിട്ടുള്ളതേ ഉള്ളൂ. പക്ഷേ മഞ്ഞുമലകളിലൊക്കെ പോയി ഇങ്ങനെ പ്ലെയിൻ നഷ്ടപ്പെട്ട് ആൾക്കാരെ തിരിച്ച് കിട്ടുക എന്ന് പറയുന്ന അപൂർവമായിട്ടൊരു സംഭവം. അതിൻ്റെ ഒരു ഉദാഹരണം 56 വർഷത്തിന് ശേഷം ഇങ്ങനെ ഒരു സംഭവം നമുക്ക് കിട്ടുക എന്ന് പറയുന്നത്. അവിടുത്തെ കാലാവസ്ഥ സത്യത്തിൽ നമുക്ക് ഇത്രയും കാലത്തിന് ശേഷമാണെങ്കിൽ പോലും പ്രതീക്ഷയ്ക്ക് ഒരു വക നൽകുന്ന ഘടകമായി മാറി. അതെ. കാര്യം എന്തായാലും പ്ലെയിൻ പോയാലും എപ്പോഴും ഇവിടെ ഞങ്ങൾ വീട്ടിലും പറയും മഞ്ഞിനകത്ത് ആൾ കാണും, മരിച്ചു പോയി ആയാൽ തന്നെ ബോഡിക്ക് ഒരു കുഴപ്പവും സംഭവിക്കില്ല എന്നുള്ളൊരു പ്രതീക്ഷ ഞങ്ങൾക്ക് ഇന്നും അതാണ്. ഞങ്ങൾക്ക് എന്തായാലും സഫലമായി. ഇനിയിപ്പം അവരെ ഇൻഫോം തരുന്നതനുസരിച്ച് 10:30 അവരുടെ ഒരു ഇതുണ്ടെന്നാണ് പറയുന്നത്. ഇൻഫർമേഷൻ മിലിറ്ററിയുടെ ഒരു പ്രപ്പോസൽ അവർ പറയുകയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ കൂട്ടത്തിൽ നമുക്ക് ഫോട്ടോഗ്രാഫി ആവുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അതിന് ഫോട്ടോ തരാം. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലമൊക്കെ എവിടെയാണ് ചെലവഴിച്ചിരുന്നത്? അതായത് പഠനമൊക്കെ പത്തനംതിട്ട കാതോലിക്കറ്റ് കോളേജിൽ പഠിച്ചിരുന്നു അല്ലേ? കാതോലിക്കറ്റ് ഹൈസ്കൂളിലായിരുന്നു ഹൈസ്കൂൾ പഠനം നടത്തിയത്. അത് കഴിഞ്ഞ് +2 വരെ കാതോലിക്കറ്റ് കോളേജിലായിരുന്നു. അതിനുശേഷമായിരുന്നു മിലിറ്ററിയിലേക്ക് പോകാൻ വേണ്ടി. ഏത് വിങ്ങിലായിരുന്നു അദ്ദേഹം? MEI അതായത് മിലിറ്ററി എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സെക്ഷനിലായിരുന്നു. പോസ്റ്റിംഗ് കിട്ടിയിട്ടുള്ള ആദ്യ യാത്രയാണ്. അതെ. പോസ്റ്റിംഗ് കിട്ടിയിട്ട് ചണ്ഡീഗഡിൽ നിന്നും വീട്ടിൽ വന്നിട്ട് തിരികെ ചണ്ഡീഗഡിൽ നിന്നും ലേ ലഡാക്കിലേക്ക് പോയപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. 96 പേര് അടങ്ങിയ സംഘമായിരുന്നു പുള്ളിയോടൊപ്പം ഉണ്ടായിരുന്നത്. മൊത്തം 103 പേരുണ്ടായിരുന്നു ഫ്ലൈറ്റിലെ ജീവനക്കാരുൾപ്പെടെ. അതിൽ 96 പേര് മിലിറ്ററി ഓഫീസേഴ്സും ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് പേരുടെ ബോഡി പല പ്രാവശ്യമായിട്ട് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ അവസാന ഘട്ടത്തിൽ 86ാമത്തെ വർഷത്തിലപ്പോഴാണ് നമ്മുടെ ഇത്. ഈ ആശ്വാസ വിവരം പങ്കുവെക്കാൻ വേണ്ടി പോലീസിൽ നിന്നുള്ള പ്രതികൾ എത്തുമ്പോൾ ചേട്ടൻ ഉണ്ടായിരുന്നു ഇവിടെ? എന്നെ അന്വേഷിച്ചാണ്. കാര്യം ഞാൻ ഇവിടെ അത്യാവശ്യം നമ്മുടെ നാട്ടിൽ ഞാൻ PWD വർക്ക് ചെയ്യുന്നതായതുകൊണ്ട് അത്യാവശ്യം നമ്മളെ അറിയാം. നമ്മുടെ വീട്ടുപേര് പ്രത്യേകിച്ച് ഓടാലിൽ എന്നുള്ളതായതുകൊണ്ട് അങ്ങനെ അന്വേഷിച്ചാണ് നമ്മുടെ ഇവിടെ എൻ്റെ വീട്ടിലാണ് അവർ വന്നത്. അങ്ങനെ എന്നോട് ചോദിച്ചു. പിന്നെ ഞാൻ ഉടനെ തന്നെ എൻ്റെ മരിച്ചുപോയ തോമസ് ചെറിയാൻ്റെ മൂത്ത അനിയനെ കൂടെ വിളിച്ച് അങ്ങനെ ഞങ്ങൾ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ സംസാരിച്ചു വിട്ടു. അവരുടെ ഇൻഫർമേഷൻ എന്തായിരുന്നു? അവർ പറഞ്ഞത് ഈ തോമസ് ചെറിയാൻ എന്ന് പറയുന്ന ഒരാളെ അന്വേഷിച്ചാണ് വരുന്നത്. ON തോമസിൻ്റെ മകൻ തോമസ് ചെറിയാൻ ആരാണെന്ന് ചോദിച്ചാണ് അവർ വന്നിട്ട്. ഇപ്പം തോമസ് ചെറിയാൻ അപ്പോൾ നമുക്കിവിടെ അറിയാം തോമസ് ചെറിയാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ പാപ്പനാണ്, മരിച്ചുപോയ ആളാണ് എന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അവർ വന്ന് നമ്മുടെ ഡീറ്റെയിൽസും നമ്മുടെ അഡ്രസ്സും എല്ലാം കളക്ട് ചെയ്ത് അവർ മിലിറ്ററിക്ക് അയച്ചു കൊടുത്തു. അങ്ങനെയാണ് മിലിറ്ററിക്കാരെ നമ്മളെ ഇൻഫോം ചെയ്യുന്നത്. അതിൻ്റെ ചുരുക്കം എന്തായിരുന്നു ആ ഇൻഫർമേഷൻ്റെ? അവർ ഇങ്ങനെ ഒരാൾ മിസ്സിങ് ആളിൻ്റെ ബോഡി കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. അതിൻ്റെ ബാക്കി പ്രൊസീജിയർ 3-4 ദിവസം എടുക്കും. ബോഡി നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള സംവിധാനം പുറകെ നിങ്ങളെ അറിയിക്കാമെന്ന് പറഞ്ഞാണ് നമ്മളെ ഇൻഫോം ചെയ്തിട്ടുള്ളത്. എന്തായാലും പ്രതീക്ഷ അസ്ഥാനത്തായില്ല. അതെ തീർച്ചയായിട്ടും സങ്കടമുണ്ട്, അതിലുപരി സന്തോഷമുണ്ട്. കാര്യം ഇത്രയും വർഷത്തിന് ശേഷം നമുക്ക് ഞങ്ങളുടെ ഒരു സഹോദരനെ കിട്ടുക, അപ്പനെ കിട്ടുക എന്ന് പറയുമ്പോൾ ആരായാലും അത് പോലും ഈ ദൗത്യത്തിൽ നിന്ന് സൈന്യം പിന്മാറിയെന്നില്ല എന്നുള്ള ഒരു വിവരം കൂടി ഉണ്ട് ഇതിൻ്റെ പിന്നിൽ. അതെ തീർച്ചയായിട്ടും അവരുടെ വർക്ക് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ഭൂമിശാസ്ത്രപരമായും അതോടൊപ്പം തന്നെ കാലാവസ്ഥ കൊണ്ടും ഏറെ പ്രത്യേകതകളുള്ള ഒരു പ്രദേശമാണ്. മഞ്ഞ് ഉറഞ്ഞു നിൽക്കുന്ന ആ മേഖലയിൽ ആണ് ഈ അപകടമുണ്ടായത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് 56 വർഷത്തിന് ശേഷവും ഈ ആശ്വാസ വാർത്ത തേടിയെത്താൻ ഇടയായിട്ടുള്ളത്. ഒപ്പം തന്നെ കുടുംബാംഗങ്ങളുടെ ആഗ്രഹപ്രകാരം അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും കല്ലറയിൽ തന്നെ മൃതശരീരം സംസ്കരിക്കാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യം കൂടി ഒരുങ്ങുകയും ചെയ്യുകയാണ്. ശരി അഭിലാൽ, ഏതായാലും ആശ്വാസവും സന്തോഷവും ഒപ്പം സങ്കടവും ഒക്കെ നിറഞ്ഞ സമ്മിശ്രമായൊരു വികാരം ഉണ്ടാക്കുന്ന സംഭവം തന്നെയായിപ്പോയി ഇത്. ഈ 56 വർഷങ്ങൾക്ക് മുൻപ് ഇത് സംഭവിക്കുമ്പോൾ അന്ന് മാതൃഭൂമി പത്രം വളരെ പ്രാധാന്യത്തോടെ ഈ വാർത്ത നൽകിയിരുന്നു. ആ വാർത്ത, ആ പത്രം അത് നമുക്കൊന്ന് കണ്ടാലോ.
അന്ന് സംഭവിച്ചത് എന്താണ് എന്ന് ലഡാക്കിലെ ആ അപകടം നടന്നത് 1968 ഫെബ്രുവരിയിലാണ്. അന്ന് 22 വയസ്സ് മാത്രമായിരുന്നു അദ്ദേഹത്തിന് പ്രായമുണ്ടായിരുന്നത്. അത് സംബന്ധിച്ച് ആ അപകടം സംബന്ധിച്ച വിശദ വിവരങ്ങൾ അന്നേ ദിവസത്തെ മാതൃഭൂമി പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. അതാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന അന്നത്തെ പത്രമാണ്. മാതൃഭൂമിയുടെ പത്രശേഖരത്തിൽ നിന്നുമുള്ള അന്നേ ദിവസത്തെ പത്രമാണത്. എത്ര ആശ്വാസം അവർക്കുണ്ടാവും. അമ്മയുടെയും അച്ഛൻ്റെയും കല്ലറയിൽ തന്നെ സംസ്കരിക്കാൻ കഴിയും എന്നുള്ളത് ആശ്വാസമാണ്. ഒപ്പം ആ സഹോദരി പറയുന്നത് കേൾക്കുമ്പോൾ കുറച്ച് സങ്കടം നമുക്കും തോന്നുന്നു. അമ്മയും അച്ഛനുമൊക്കെ എത്ര ദുഃഖത്തോടെയായിരിക്കും അവരുടെ ജീവിതകാലം അവസാനിപ്പിച്ചു പോയത് എന്ന്.